ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തായാലും നമ്മുടെ HR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു വിശേഷത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ അതാ നമ്മൾ പുലാപ്പറ്റ പൂരത്തിൻ്റെ ചെറിയൊരു വിശേഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. അതെന്താ ഈ പൂരത്തിൻ്റെ ചെറിയൊരു വിശേഷം എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ? മുഴുവൻ വിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു വിശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. പൂരം ദിവസം പുലാപ്പറ്റയിൽ പൊതുവേ എല്ലാ വീടുകളിലും നോൺ വെജ് ഐറ്റംസ് ആണ് ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പുലാപ്പറ്റ വീട്ടിലും നോൺ വെജ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റൈസും ചിക്കനുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതിലെന്താ അത്ര പ്രത്യേകത എന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവൂല്ലേ? അതായത് ഇന്ന് കിച്ചൺ കയറിയിട്ടുള്ളത് ലേഡീസ് അല്ല, പകരം ജെൻസ് ആണ് കേട്ടോ. അതായത് തമ്പിയേട്ടനും മോഹനേട്ടനുമാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തമ്പിയേട്ടനും മോഹനേട്ടനും ആരാണെന്നല്ലേ? തമ്പിയേട്ടൻ ഹരിയേട്ടൻ്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മോഹനേട്ടൻ ഏറ്റവും ചെറിയ അനിയത്തിയുടെ ഹസ്ബൻഡാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇവർ കിച്ചൺ കയറിയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? രണ്ടുപേരും കാറ്ററിങ്ങിൻ്റെ ആളുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളോ അതല്ലെങ്കിൽ കൂടുതൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുകയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളിൽ തമ്പിയേട്ടനും മോഹനേട്ടനുമാണ് കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അവരുടെ കാറ്ററിങ് സ്റ്റൈലിൽ തന്നെ ഫുഡ് സെറ്റ് ചെയ്യും. അപ്പോൾ അവരിതാ നമ്മുടെ ഈ ഒരു കുറേ സംസാരത്തിനിടയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ റൈസ് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്താ പറയുക നട്ട്സും മുന്തിരിയും അതുപോലെ തന്നെ സവാള ഇതെല്ലാം അവർ ഫ്രൈ ചെയ്തെടുത്തു. അത് കഴിഞ്ഞതാ മോഹനേട്ടൻ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. തമ്പിയേട്ടൻ അത് ഫ്രൈ ചെയ്ത് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും കുറേ വർഷങ്ങളായിട്ട് തന്നെ ഒരുമിച്ചാണ് കേട്ടോ. അവരുടെ കാറ്ററിംഗ് ആണെങ്കിലും അതല്ല ഷോപ്പിലാണെങ്കിലും ഒക്കെ ഇവർ ഒരുമിച്ചായിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരാളൊന്ന് ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ആൾ അടുത്തതൊന്ന് ചെയ്യും. അങ്ങനെ ഇവർ പെട്ടെന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ കാര്യങ്ങളെല്ലാം സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിനായിട്ട് അവർ എണ്ണയിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതിലേക്കിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മുടെ മോഹനേട്ടൻ സവാള കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ തമ്പിയേട്ടൻ അത് മൊത്തത്തിൽ സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയെടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് നോക്കിക്കോ നമ്മുടെ മോഹനേട്ടൻ അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആൾ ഉപ്പ് തിരഞ്ഞു പോവുകയാണ് കേട്ടോ. ഉപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരൊറ്റ പ്രാവശ്യമാണ് കേട്ടോ ഉപ്പിടുക. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റാണ്. രണ്ടാമതൊരു ഉപ്പിടേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. ഇപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള മൊത്തം ഉപ്പ് അവിടെ മോഹനേട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് അവർ അത് മൊത്തം വഴറ്റി എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ചു വെച്ചു. വീണ്ടും അതൊന്ന് തുറന്ന് വീണ്ടും വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മോഹനേട്ടൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. അങ്ങനെ തക്കാളിയും ഇട്ട് നമ്മുടെ ഇതുവരെയുള്ള മസാലകൾ മൊത്തം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ മോഹനേട്ടൻ അവിടെ സവാളയും തക്കാളിയും കാര്യങ്ങളൊക്കെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് തമ്പിയേട്ടൻ അവിടെ സ്റ്റവിൽ നമ്മുടെ പൊടികൾ, അതായത് മുളക്, മല്ലി, മഞ്ഞൾ, ചിക്കൻ മസാല അങ്ങനെയുള്ള പൊടികളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് അവരെന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് തമ്പിയേട്ടൻ ഈ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകില്ലേ? അപ്പോൾ ഇടുന്ന സമയത്ത് ഞാനൊന്ന് അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ സമയം എന്നെ പൊടി ഇളക്കാൻ തമ്പിയേട്ടൻ സമ്മതിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊടി ഇപ്പോൾ അവിടെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി മൊത്തം കൊളാവും. അപ്പോൾ തമ്പിയേട്ടൻ അത് മനസ്സിലായത് കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ ആ തവിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തമ്പിയേട്ടൻ തന്നെ ഇളക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മസാലകളും അവരതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അല്ലാതെ നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല കേട്ടോ. ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ പൊടികൾ ഇടുന്ന ആ ഒരു സമയത്ത് ഞാൻ ഇവിടുന്ന് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അത് കാത്തു നിൽക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് ആ ടൈം ആയിക്കഴിഞ്ഞാൽ അവരുടെ കുക്കിംഗ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പം ഞാൻ ഒന്ന് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ അവർ പൊടികൾ നമ്മുടെ ഈ ഉള്ളി, സവാള, തക്കാളി ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പോൾ തമ്പിയേട്ടൻ ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളമാണ്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ എവിടേക്കാണ് മുങ്ങിയത് എന്നല്ലേ? അതായത് നമ്മുടെ പുലാപ്പറ്റ പൂരത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം അതാണ് കേട്ടോ. ഈ വേഷങ്ങളും, അതായത് വേഷങ്ങളും പിന്നെന്താ ഈ തിറ, തെയ്യം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ ഓടിപ്പോയതാണ്, അത് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവർ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രേവി കാര്യങ്ങൾ അവരവിടെ അങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ മോഹനേട്ടൻ പോയിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് ആ ഗ്രേവിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ മോഹനേട്ടൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, തമ്പിയേട്ടൻ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ
പരിപാടി ഏകദേശം ഇതുവരെ കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ മെയിൻ പരിപാടി ഇതൊക്കെയാണല്ലോ, മസാലകൾ സെറ്റ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അതൊക്കെ കഴിഞ്ഞ് ചിക്കനും ഇട്ട് ഇനിയിപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മോഹനേട്ടൻ വന്നിട്ട് പിന്നെ ഇനി റൈസിന് ആവശ്യമായിട്ടുള്ള അരി കഴുകിയെടുക്കുകയാണ് കേട്ടോ. ഒരു കാര്യത്തിനും അവിടെ ലേഡീസിനെ അവർ ഉൾപ്പെടുത്തില്ല എന്നുള്ളതാണ് കേട്ടോ. അവർ കിച്ചണിലാണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ലേഡീസിന് നമ്മളിങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിൽ ലേഡീസിന് ഇവിടെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഭയങ്കര അവർക്ക് നല്ല ജോളിയായിട്ട് ഇരിക്കാം. ഇതെല്ലാം കഴിഞ്ഞ് പാത്രം കഴുകലും അങ്ങനത്തെ പരിപാടികൾ അവർക്ക് ഉണ്ടാവും. അവർക്ക് മീൻസ് ഞങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ അല്ലാതെ ഈ വെക്കുന്ന കാര്യങ്ങളിൽ ലേഡീസിന് ഒരു പങ്കുമില്ല കേട്ടോ. അപ്പോൾ അതാ തമ്പേരൻ അവിടെ ചിക്കൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് പിന്നെ മോഹനേട്ടൻ പിന്നെ റൈസും ഒരു 5-6 പ്രാവശ്യം അതിങ്ങനെ കഴുകി റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് അവരെ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് നമ്മുടെ ചിക്കൻ റെഡിയായോ എന്നൊക്കെ ഇങ്ങനെ തമ്പേരനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തമ്പേരൻ ഇപ്പം ആവും ഒരു 10 മിനിറ്റും കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈമൊക്കെ പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ആ കറക്റ്റ് ടൈമിന് സംഭവങ്ങൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് ലാസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ റെഡിയാക്കി അങ്ങനെ മോഹനേട്ടൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരത്തെ കഴുകി വെച്ച റൈസ് അവിടെ ഉണ്ട്. അതും ഒരു 10 മിനിറ്റ് കൊണ്ട് അതും റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിനാദ്യമായിട്ട് മോഹനേട്ടൻ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, സവാള, ക്യാരറ്റ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, തെറ്റിപ്പോയാലോ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ പൈനാപ്പിൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വഴറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മോഹനേൻ്റെ കയ്യിലുള്ളത് നമ്മുടെ മസാലകൾ, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ റൈസിന് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വെട്ടിത്തിളയ്ക്കണം എന്നാണ് പറയണത്. ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഉപ്പിട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് അടപ്പ് വെച്ച് അടച്ച് അത് വെട്ടിത്തിളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ പറഞ്ഞ പരിപാടികളും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളം. ഇനി നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മോഹനേട്ടൻ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തമ്പിയേട്ടൻ അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അങ്ങനെ എന്തായാലും റൈസിൻ്റെ പരിപാടികളും ഏകദേശം ഞാൻ നേരത്തെ ചിക്കൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അതിനിടയ്ക്ക് അത് വിട്ടുപോകണ്ട, നാരങ്ങാ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കണ്ടില്ലേ നമ്മുടെ ആൾ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്ക് വന്നൊന്ന് എത്തി നോക്കുന്നുണ്ട്, ഈ മണം പിടിച്ച് വന്ന് എത്തി നോക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ പുലാപ്പറ്റ വീട്ടിൽ ഈ ഹരിയേട്ടനൊഴികെ ബാക്കി എല്ലാവരും കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ കുക്കിംഗ് അറിയാവുന്നവരോ ആണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഹരിയേട്ടൻ മാത്രം ഈ കിച്ചണായിട്ടൊരു ബന്ധമില്ല കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചായ ഉണ്ടാക്കി തരും, അല്ലെങ്കിൽ ഒരു കോറ ഉണ്ടാക്കി തരും, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക പൂരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊന്ന് പരത്തി തരാൻ വരും, അത്രയൊക്കെ ഉള്ളൂ. അതല്ലാതെ കിച്ചണുമായിട്ട് ഒരു ബന്ധവും ആൾക്കില്ല. ഇപ്പോൾ ഈ കണ്ടതുപോലെ വന്ന് മണം പിടിക്കാൻ മാത്രമേ ആൾക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ, പലരും പല രീതിയിലല്ലേ അല്ലേ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഈ കോമഡിയുടെ ഇടയ്ക്ക് മോഹനേട്ടൻ റൈസൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫൈനൽ ടച്ചപ്പും എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു വെയിറ്റൊക്കെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഒന്ന് ആവി കയറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ റൈസ് ആയി എന്ന് പറഞ്ഞിട്ട് മോഹനേട്ടൻ ആ ഒരു അടപ്പൊക്കെ തുറന്നിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പോകണം. ഇപ്പോൾ അവിടെ ഒരു പ്ലിങ് സംഭവിക്കും കേട്ടോ. കണ്ടോ, അതായത് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് മൊത്തത്തിൽ അവിടെ വീണിട്ടുണ്ട് കേട്ടോ. ആളതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ഒഴിക്കാൻ നോക്കിയതാണ് തോന്നുന്നുണ്ട്, അവിടെ അത് വീണിട്ടുണ്ട്. അതിനിടയ്ക്ക് അതിൻ്റെ മുകളിലൂടെ മല്ലിച്ചപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. സോറി, അതിനിടയ്ക്കൊരു കോൾ വന്നു. അപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. കാറ്ററിങ് ആ ഒരു രീതിയിലുള്ളത് കൊണ്ടായിരിക്കാം വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അവർ ഉണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ നമ്മുടെ പുലാപ്പറ്റയിലുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാം, ഇവരിങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാം. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അവർ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ റൈസൊക്കെ സെറ്റായി കഴിഞ്ഞു. അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഏറ്റവും ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച സവാള, നട്ട്സ്, കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട്
കൊടുത്തു. അങ്ങനെ അതാ ഫുള്ള് കഴിഞ്ഞു എന്നുള്ളൊരു സമാധാനത്തിലാണ് ഇപ്പോൾ ആൾ ചിരിച്ചു പോയത് കേട്ടോ. അപ്പോൾ എന്തായാലും വെച്ചാൽ പോരാ അല്ലേ, വെച്ച ആൾ ഇതൊന്ന് ടേസ്റ്റ് ഉണ്ടോ നോക്കണ്ടേ. അപ്പോൾ എന്തായാലും അതും മോഹനേട്ടൻ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ആൾ പറഞ്ഞു. എന്തായാലും ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നമ്മൾ ഈ പുകഴ്ത്തി പറയുന്നത് മാത്രമല്ല, അത് കാര്യമാണോ എന്നും കൂടെ ഒന്ന് നോക്കണമല്ലോ. എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിപ്പോഴും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഞാനും ടേസ്റ്റ് നോക്കി കേട്ടോ. സംഭവം അപാരാണ്, ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്, പറയേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞതാ ചേച്ചിമാർക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്താൽ ഈ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ മോഹനേട്ടൻ. പിന്നെ അത് അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, അതാണ് വലിയ ചേച്ചി, അവരുടെ ഹസ്ബൻഡാണ് തമ്പിയേട്ടൻ. അപ്പോൾ ഇതിനിടയ്ക്ക് വേറൊരു ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മൂന്നാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ബാലേട്ടൻ. ബാലേട്ടനും കാറ്ററിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കുടുംബത്തിൽ മൊത്തത്തിൽ എല്ലാവരും ഏകദേശം കാറ്ററിംഗ് ഒക്കെ ആയിട്ട് കണക്ഷൻ ഉള്ളവരാണ്. ഹരിയേട്ടൻ്റെ നേരെ താഴെയുള്ള അനിയൻ ബാലുവേട്ടനും കാറ്ററിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ പൊന്നൂസും ഹരിയേട്ടനും നേരത്തെ ഫുഡ് കഴിക്കുകയാണ്. കാരണം നമ്മുടെ പൊന്നൂസൂട്ടിക്ക് ഇന്ന് പരീക്ഷയുണ്ട്, +1 പബ്ലിക് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മുടെ പുലാപ്പറ്റയിൽ നിന്ന് ഇനി പൊന്നൂസിനെ നമ്മുടെ കാഞ്ഞിരപ്പുഴ പൊറ്റശ്ശേരിയിൽ സ്കൂളിൽ എത്തിക്കണം. ഇനി പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് ഹരിയേട്ടനും പൊന്നൂസുട്ടി ഒരുമിച്ച് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഇനി അടുത്തൊരു വിശേഷമായി കാണുന്നത് വരേക്കും ബൈ.